ബാംഗ്ലൂരുടെ സിനിമ കണ്ട് അനുകരണങ്ങളിൽ വഞ്ചിതയായി ബാംഗ്ലൂരിലേക്ക് പോയ മറ്റൊരു പെൺകുട്ടിയാണ് ഞാൻ. അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഗാംഗിലായിരുന്നു ഞാൻ എത്തിപ്പെട്ടത്. അവരാണെങ്കിൽ 100% വെജിറ്റേറിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ 200% നോൺ വെജിറ്റേറിയനും. 24 മണിക്കൂറും ഞാൻ അവരുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് അവരെ പോലെ തന്നെ വെജ് ഫുഡ് കഴിച്ച് ശീലിക്കേണ്ടി വന്നു. അങ്ങനെ പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ച് തഴമ്പിച്ച വായ കൊണ്ട് പാനിപ്പൂരിയും പനീർപട്ട മസാലയും ഞാൻ കഴിച്ച് ശീലിച്ചു. ബീഫ് ഫ്രൈയുടെ ബീ പോലും പറഞ്ഞാൽ എനിക്ക് എന്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നുള്ള ഉപദേശം കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ ആ കടുങ്കൈക്ക് മുതിരാറില്ലായിരുന്നു. ആദ്യമൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഹിന്ദിയിൽ ഒരു പ്രോ ആയി മാറി. എന്റെ ഹിന്ദി സ്പീക്കിംഗ് സ്കിൽസ് കണ്ട് ഹിന്ദിയിൽ ഞാനൊരു കഴിവേറിയാന്ന് മനസ്സിലാക്കി ഈഗോ അടിച്ച് ഹേർട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ഹിന്ദി പഠിച്ചു കഴിഞ്ഞതും എന്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് അവരുടെ നാട്ടിലോട്ട് പോയി. അങ്ങനെ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കായ ഞാൻ ബാംഗ്ലൂരുടെ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള മൊമെന്റ് ഓർത്ത് റിഗ്രറ്റ് അടിച്ച് അടുത്ത കന്യാകുമാരി എക്സ്പ്രസിൽ കയറി നാട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ നാട്ടിൽ തിരിച്ചെത്തിയ ഞാൻ ആ സത്യം മനസ്സിലാക്കി. എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാവരും ജർമ്മനിയിലും കാനഡയിലും US-ലാണ്. അതായത് എനിക്ക് നാട്ടിലും ഫ്രണ്ട്സ് ഇല്ല, ബാംഗ്ലൂരിലും ഫ്രണ്ട്സ് ഇല്ല. പക്ഷെ ഇതൊന്നും ഓർത്ത് വിഷമിച്ച് ഞാൻ മാറിയിരിക്കില്ല. അതുകൊണ്ട് പ്രേമലു സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയി അടുത്ത ആഴ്ച ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഹൈദരാബാദ് വെച്ച് കാണാം.